അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക്. ടേസ്റ്റി ആയിട്ടും പെട്ടെന്നും ഉണ്ടാക്കിയിട്ടെടുക്കാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ഇന്നത്തേത്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നത് ഇങ്ങനെ കണ്ടുനോക്കാം. കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാത്രത്തിലോട്ട് 2 കപ്പ് മൈദ ഇട്ടെടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഇതിലോട്ട് 1 ടീസ്പൂൺ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി നമുക്ക് ഇത് രണ്ടും കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. പഞ്ചസാര കൂടി ചേർത്തെടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനിയിപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഒരു കോഴിമുട്ടയാണ്. 2 ടേബിൾ സ്പൂൺ ഓയിൽ കൂടി നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. ഇനിയിപ്പോൾ കൈ വെച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം. ഈ ഒരു കോഴിമുട്ടയും ഓയിലും നമ്മുടെ ഈ ഒരു ഫ്ലോറും എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സായിട്ട് കിട്ടണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ചെറിയ ചൂടുള്ള വെള്ളമാണ്, 1/2 കപ്പ് വെള്ളം. ഈ ഒരു 1/2 കപ്പ് വെള്ളം നമുക്കിതിലേക്ക് കറക്റ്റാണ് കേട്ടോ. വേറെ വെള്ളമൊന്നും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കണ്ട. 2 കപ്പ് മൈദയിലേക്ക് നമ്മൾ എടുത്തിട്ടുള്ളത് 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളമാണ്. ഇനിയിപ്പോൾ ഇത് കുറേശ്ശെ ആയിട്ട് ഒഴിച്ചെടുത്തിട്ട് നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റെങ്കിലും നമുക്കിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഞാനൊരു 5 മിനിറ്റോളം കുഴച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഒരു മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഞാനിതുപോലൊരു കുറച്ച് വലിപ്പമുള്ളൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. അതിലടിയിൽ കുറച്ച് ഓയിലൊന്ന് തേച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ ഒരു ഡോ വെച്ച് കൊടുക്കുക. എന്നിട്ട് മൂടി വെച്ചിട്ട് 1 മണിക്കൂർ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കണം. ഈ ഈസ്റ്റ് ഒന്ന് വറുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതാ കറക്റ്റ് 1 മണിക്കൂറായ സമയത്ത് നമ്മുടെ ഈസ്റ്റൊക്കെ നന്നായിട്ട് വർക്കായിട്ട് നമ്മുടെ ഒരു മാവ് ഡബിളായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്. ഞാനിത് ഈ ഒരു പാത്രത്തിൽ വെച്ചിട്ട് തന്നെ ഇതൊന്ന് കട്ട് ചെയ്യുന്നുണ്ട്. ഓരോന്നും ഞാൻ റൗണ്ടിലുള്ള ബോൾസുകളാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കൗണ്ടർ ടോപ്പിലേക്ക് കുറച്ച് ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ അതിൽ നിന്നും ഒരു ബോൾസ് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിട്ട് തന്നെ നമ്മളൊന്ന് പരത്തിയെടുക്കുക. അപ്പോൾ ഇതിൻ്റെ മേലെ ചെറുതായിട്ട് ഓയിൽ ഞാൻ ബ്രഷ് വെച്ചിട്ട് ഒന്ന് തേച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പരത്തിയെടുക്കുകയാണെന്നെങ്കിൽ അങ്ങനെ ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് കൈ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഒരുപാട് വലുപ്പത്തിൽ പരത്തിയെടുക്കേണ്ട, ഒരു മീഡിയം സൈസുള്ള വലിപ്പത്തിൽ വേണം നമ്മളിത് റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ചെറിയൊരു കട്ടിയിലാവുമ്പോഴാണ് ഇത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ അതാ ഈ ഒരു വലിപ്പത്തിൽ ഞാനിതൊന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഭയങ്കര കട്ടിയും വേണ്ട, തീരും കട്ടിയില്ലാത്ത രീതിയിലല്ല, ഈ ഒരു രീതിയിലാണ് നമുക്കിത് വേണ്ടത്. ഇനിയിപ്പോൾ നന്നായിട്ട് ചൂടായിട്ടുള്ള പാനിലേക്ക് ഞാനിതാ കുറച്ച് ഓയിൽ തേച്ചെടുക്കുകയാണ്. അതിനുശേഷം നമ്മളിത് പാനിലേക്ക് ഇട്ടുകൊടുക്കുക. ഈ ഒരു സമയത്ത് നമ്മൾ തീ ഏറ്റവും ലോ ഫ്ലെയിമിൽ വെക്കണം. എന്നിട്ട് വേണം റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 2-3-4 പ്രാവശ്യം നമുക്കിത് തിരിച്ചും മറിച്ചും ഇട്ടെടുത്തിട്ട് റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിത് പാനിൽ നിന്നും എടുത്തു മാറ്റാം. ഇതുപോലെ തന്നെ ബാക്കി കൂടി ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ അത് മുഴുവനായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കുക. ഇഷ്ടമായിരുന്നുകൊണ്ട് എല്ലാ സപ്പോർട്ടും ഉണ്ടാവുക. ഇൻഷാ അല്ലാ. ഓക്കെ.